ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിൽ ചിക്കൻ എങ്ങനെ ചുടാമെന്നുള്ളതാണ്. കോക്കനട്ട് ചിക്കൻ. ഇതിനാവശ്യമായ തേങ്ങ പറിക്കുന്നത് നമ്മുടെ സഞ്ജിത്താണ്. പണ്ട് ഭാസ്കര മാഷ് സ്കൂളിൽ പഠിപ്പിച്ച പാഠമൊന്നും ഇവൻ പഠിച്ചില്ലെങ്കിലും അപ്പുറത്തെ മാധവേട്ടൻ്റെ പറമ്പിലെ തെങ്ങുകൾ ഇവൻ എന്തൊക്കെയോ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ തെങ്ങ് കയറ്റം കണ്ടപ്പോൾ മനസ്സിലായി. എനിവേ നമുക്ക് ആവശ്യമായ തേങ്ങയൊക്കെ അവന് സുഖമായിട്ട് ഇട്ട് തന്നു. ചെക്കൻ തേങ്ങയൊക്കെ ഇട്ട് പതിയെ ഇറങ്ങി വന്നു. അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച് ഈ ചിക്കൻ ഇടാൻ മാത്രം ഇതിൻ്റെ കണ്ണ് പൊട്ടിച്ച് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചിക്കനൊക്കെ ചെറിയ പീസായി എടുക്കുകയാണെങ്കിൽ അതിൽ പോകാൻ മാത്രമുള്ള ഒരു പീസാക്കി വേണം നമ്മൾ എടുക്കാൻ. വളരെ സിമ്പിളായിട്ട് ഹോൾ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, വളരെ മനോഹരമായ ഒരു ഹോൾ. ഇങ്ങനെ ഹോളാക്കിയതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം. കാരണം ഇത് നമ്മൾ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ വീണിട്ടുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുക. ആദ്യം അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി, അതായത് വറ്റൽ മുളക് വറുത്ത് പൊടിച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കുക. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ സഹായിക്കും. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊരു കല്ലിലിട്ട് ചതച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കാവുന്നതാണ്. നമ്മളിവിടെ വെച്ചല്ല ഉണ്ടാക്കുന്നത്, നമ്മളൊരു കാട്ടിൽ പോയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പത്തിന് ഈ സാധനമൊക്കെ നന്നായി മാഗ്നേറ്റ് ആയിരിക്കും. നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് ഈ തേങ്ങയിലേക്ക് ഈ ചിക്കൻ നല്ല നിറച്ച് കൊടുക്കാം. ഇതുപോലെ ഈ ഓൾസിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് വേണം നമ്മൾ ചിക്കൻ നുറുക്കിയെടുക്കാൻ. കാരണം ഈ ചെറിയ ഓൾസിൻ്റെ ഉള്ളിൽ ഇത് പോകേണ്ടതല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലായിട്ട് വേണം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഫില്ലായി നിറഞ്ഞതിന് ശേഷം ഒരു ആപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചമർത്തണം. എയർ ടൈറ്റ് ആക്കി വെക്കണം. കാരണം ഇതിൻ്റെ ഉള്ളത്തെ ആവിയൊന്നും പുറത്ത് പോകാൻ പാടില്ല. ഇതിനി ഒരു കമ്പി വെച്ചിട്ട് തൂക്കിയിടാൻ പാകത്തിൽ നമ്മൾ കെട്ടിയെടുക്കണം. കെട്ടിയെടുത്തതിന് ശേഷം ഇത് ഈ കാണുന്നത് പോലെ ഒരു കമ്പുമ്മ കെട്ടിയിട്ട് അടിയിൽ തീയിട്ട് കൊടുക്കണം. നല്ല ചൂടാവണം കേട്ടോ. ഇതിൻ്റെ തേങ്ങയുടെ ചിരട്ടയൊക്കെ നല്ല കത്തി വരണം. അത്രയും ചൂടായാലേ ഇത് വെന്ത് കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു കുന്നിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് നേരം വൈകി, ആകെ ഇരുട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഈ പരിസരമൊന്നും കാണിക്കാൻ പറ്റാത്തത്. എന്തായാലും നമ്മൾ ഒരു പാറപ്പുറത്താണ് ഇട്ട് കത്തിക്കുന്നത്. വറകടക്കം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. തേങ്ങയിലൊക്കെ നിറച്ച ചിക്കൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം നമ്മളതൊരു വാഴയില വെട്ടി അതിലിട്ട് ചുട്ടു. എനിക്ക് തോന്നുന്നത് തേങ്ങയിൽ വെന്തതിനേക്കാൾ ടേസ്റ്റ് ആ ഇലയിൽ വെന്ത ചിക്കൻ ഉണ്ടായിരുന്നു. കാരണം ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ ചേർന്ന് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു. ഇനി ഒരിക്കൽ അത്തരത്തിലുള്ളൊരു ചിക്കൻ ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇത് കത്തിച്ചുണ്ടാക്കിയത്. കാരണം ഇത് താത്തി വെച്ച് കഴിഞ്ഞാൽ ചിരട്ട പെട്ടെന്ന് കത്തിപ്പോവും. അതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ അടിയിൽ നിന്ന് തീ കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിരട്ട കത്തിപ്പോയി കഴിഞ്ഞാൽ ഉള്ളിൽ വേവ് ഉണ്ടാവില്ല, കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് നന്നായി തീ കത്തിക്കണം.
ഇപ്പോൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞു. ഞങ്ങളൊരു 6-6:30 കയറിയതാണ് ഈ കുന്നിൻ്റെ മുകളിൽ. എന്തായാലും ഇപ്പോൾ നന്നായി കത്തി ചിരട്ടയുടെ അടിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, പൊട്ടി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളമൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വെന്ത് കാണും എന്ന് പ്രതീക്ഷിക്കുക. ഒരുപാട് 2-3 മണിക്കൂർ വെച്ചതല്ല. അപ്പോൾ നമുക്ക് അയച്ചെടുത്തിട്ട് വീണ്ടും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. കുന്നിൽ നിന്ന് ഇറങ്ങി ഇതിന് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അയച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, ഈ കമ്പിയൊക്കെ നല്ല ചൂടായിട്ടുണ്ടാവും. ആദ്യം നമ്മളിൽ ഒരാളിത് തൊട്ടപ്പോൾ നല്ല പൊള്ളിയും ചെയ്തു. പിന്നെ അത് ഒരു തുണിയൊക്കെ വെച്ച് വെള്ളം കൊണ്ട് ആറിയതിന് ശേഷമാണ് പിന്നെ അത് അയച്ചെടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ആ കമ്പി നല്ല ചൂടായിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ട് വേണം അയച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇറക്കി വെച്ചപ്പോൾ ആ പൊട്ടിയ തേങ്ങയിൽ നിന്ന് ഒരു പ്രത്യേകതരം സ്മെല്ല് വരുന്നുണ്ട്. എനിവേ നമ്മളെന്തായാലും ഈ തീയെ കണച്ച് ഈ മല ഇറങ്ങാൻ പോവുകയാണ്. ഇനി നമുക്ക് താഴത്ത് പോയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇത് നല്ല ആവി പറക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അത്രയും ചൂടായിട്ട് ഉള്ളിൽ നല്ല ദമ്മായി വെന്തിട്ടുണ്ട്, നന്നായി നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ടോ, അതിഗംഭീരം അങ്ങനെ തന്നെ പറയണം. ഒരു പ്രത്യേകതരം ടേസ്റ്റ്. ഈ മസാലയും ഈ തേങ്ങൻ്റെ ഉള്ളിൽ കിടന്ന് വെന്തതിന് പ്രത്യേകതരം ടേസ്റ്റായിരുന്നു. നമ്മുടെ ബാബു കഴിച്ചു നോക്കിയതിന് ശേഷം വെറും ഒരു പുഞ്ചിരിയിലൊതുക്കി, അത്ര മനോഹരമായി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ്.